അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നറിയാതെ ഫർസാന രാജേഷിൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമന്നിരിക്കുകയാണ്. നാട്ടിൽ ഷെഫി ഉസ്താദിൻ്റെ കല്യാണം നോക്കുന്ന തിരക്ക്. ഉമ്മക്കാണെങ്കിൽ ആകെ ബേജാറ്. പടച്ച റബ്ബേ, എൻ്റെ കുട്ടിക്ക് ആരും ഇല്ലാതായി പോവല്ലോ. എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാണെങ്കിൽ ഒരു എണ്ണയും തുണിയും ഒന്നുമില്ല. ഓൻ്റെ ബാപ്പയും തന്നെ ചെറുപ്പത്തിലെ മരിച്ചുപോയി. അതുകൊണ്ടല്ല, എൻ്റെ കുട്ടിക്ക് എണയും തുണയൊക്കെ ആയിട്ട് ഒരു പെൺകുട്ടിനെ വേണം. ആ ആഗ്രഹത്തോടെയാണ് അവർ പെണ്ണ് കാണാൻ പോയത്. ഉമ്മയുടെ ഇഷ്ടപ്രകാരത്തിന് ഷെഫി ഉസ്താദ് അതിന് സമ്മതിക്കുകയായിരുന്നു. പഠിച്ചോനെ, എന്നും ഉമ്മയെങ്ങനെ എതിർത്ത് സംസാരിക്കുന്ന എന്തിനാ? ഉമ്മ ഇപ്പോഴല്ല, പിന്നെ അങ്ങനെ ഒരുപാട് നാളായി പറയാൻ തുടങ്ങിയിട്ട്. ഇനി ഉമ്മയെ കഷ്ടപ്പെടുത്തുന്നത് ഒരിക്കലും ശരിയല്ല. ഉമ്മയെ വിഷമിപ്പിക്കുന്നത് ശരിയല്ല. ഇനി എൻ്റെ ജീവിതം ഉമ്മക്ക് വേണ്ടി, ഇതുവരെ ഞാൻ ജസീനയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം ഒരുപാട് മാറ്റിവെച്ചു. അവൾ തിരിച്ചു വരും. എൻ്റെ അടുക്കലേക്ക് അവൾ വരും. എന്തൊക്കെ തന്നെയായാലും അവൾ എൻ്റെ ഭാര്യയായി വരും. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ ഞാൻ നെയ്തുകൂട്ടി. പക്ഷേ അവൾ എന്നെ അങ്ങ് മറന്ന് മറ്റൊരുത്തൻ്റെ കൂടെ പോയി. ഉമ്മ പറഞ്ഞത് പാവം. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. മോനെ, അനക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് പോയി പറയടാ, അല്ലെങ്കിൽ കൊണ്ടാ ഞാൻ പറയാം എന്നുമ്മ പലവട്ടം പറഞ്ഞിരുന്നു. പക്ഷേ ഉമ്മ പറഞ്ഞ വാക്കൊന്നും ഞാൻ എടുത്തില്ല. അപ്പോഴേക്കും അവൾ അവളുടെ വഴിക്ക് പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ റബ്ബേ. അങ്ങനെയാണ് ഷെഫി ഉസ്താദ് ആ ഒരു വിവാഹത്തിന് വേണ്ടി സമ്മതിച്ചത്. അതാ പെണ്ണ് കാണലും എല്ലാം കഴിഞ്ഞു. ഈ ഒരു വിവരങ്ങളൊന്നും ഫർസാന എന്ന ജസീന അറിയുന്നേയില്ല. അവൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് ഷെഫി ഉസ്താദിനെ തന്നെയാണ്. തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു മോശം പ്രവൃത്തി ഉണ്ടായിപ്പോയി. അതിൻ്റെ ഫലം ഞാനിന്ന് അനുഭവിക്കുന്നു. എന്നാലും അറേബ്യയിലെത്തിയതിനു ശേഷം എനിക്ക് അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്. എനിക്ക് കട്ട സപ്പോർട്ടാണ് ഇവിടെ ലഭിക്കുന്നത്. അതുമാത്രമല്ല, പഠിച്ചവൻ്റെ കാരുണ്യം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ശരിക്കും രാജകീയമായ രീതിയിലുള്ള ജീവിതമാണ് ഫർസാന ഇപ്പോൾ അനുഭവിക്കുന്നത്. പെണ്ണിനെ കാണാൻ വന്നതിന് ശേഷം ഉസ്താദിന് വലിയൊരു സന്തോഷമില്ല. അന്ന് പള്ളിയിൽ വെച്ച് ഫർസാനയുടെ പിതാവിനെ കണ്ടപ്പോൾ ഉസ്താദ് കാര്യം അന്വേഷിച്ചു. അല്ല ഷെഫി ഉസ്താദേ, എന്തു പറ്റി മോനെ? മോൻക്ക് മനസ്സെന്തൊരു സുഖമില്ലാത്തതുപോലെ ഉണ്ടല്ലോ. ഹേ ഉസ്താദേ, അത് എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അത് വിവാഹത്തിൻ്റെ കാര്യം, അത് ഞാൻ പെണ്ണിനെ കണ്ടുവന്നു. മോനെ, ആയിക്കോട്ടെ, കുട്ടിക്ക് ഹൈറ് അള്ളാഹു നൽകട്ടെ. എൻ്റെ മോൾ ആഗ്രഹിച്ചതായിരുന്നല്ലോ, സാരല്ല. എൻ്റെ കുട്ടി ഇതുവരെ കാത്തുന്നു. പക്ഷെ അവൾ ചെയ്ത പ്രവൃത്തിക്ക് സാരല്ല മോനെ. നീ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്ക്. അവളായിട്ട് തന്നെ തട്ടിത്തെറിപ്പിച്ചതല്ലേ. അവൾക്ക് നിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ നല്ലൊരു ജീവിതം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കും. പക്ഷേ അവൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ളവരുടെ കൂടെ പോയതല്ലേ. അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവും. ഇപ്പോഴല്ലേ അവൾ രക്ഷപ്പെട്ടത്. മോനെ, സന്തോഷത്തോടു കൂടി ജീവിക്ക്. ഉസ്താദേ, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു മോനെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഉമ്മയുടെ ഇഷ്ടത്തിനാണ് ഞാൻ. അതിനെന്താ? ഉമ്മ പറയുന്നതനുസരിച്ചാലേ നിനക്കെന്നോ ഹൈറേ ഉണ്ടാവുള്ളൂ. സത്യം ഉസ്താദേ, ഇൻഷാ അല്ലാ. പിറ്റേ ദിവസം വ്യാഴാഴ്ച അതാ ഉസ്താദ് വീട്ടിലേക്ക് പോകുന്നു. മോനെ, നിശ്ചയത്തിൻ്റെ കാര്യം ഓല് വിളിച്ചിരുന്നു ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ കാര്യമായിട്ടൊന്നും പറയണില്ല. ഉമ്മ അവരോട് പറഞ്ഞേക്കൂ. എന്ത് മോനെ? നിശ്ചയിക്കേണ്ട കാര്യം? ഉമ്മ എല്ലാം പറഞ്ഞോളൂ, ഞാനൊന്നിനുമില്ല. മോനെ, നീ അങ്ങനെ പറയരുത്. അങ്ങനെ അതാ ബ്രോക്കർ വിളിച്ചപ്പോൾ ഉമ്മ കാര്യം പറയുന്നു. അതെ, എൻ്റെ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് എങ്ങനെ വെച്ചാൽ നിശ്ചയം നടത്താം. അതവർ വീട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ അതാ ഷെഫി ഉസ്താദിൻ്റെ നിശ്ചയം നടക്കുകയാണ്. 2 ദിവസത്തിന് ശേഷം നിശ്ചയം. പെട്ടെന്ന് നിക്കാഹും കല്യാണമൊക്കെ ഒരുമിച്ചാക്കാം. ഉമ്മക്കും അതുതന്നെയാണ് ഇഷ്ടം. നിക്കാഹ് കഴിച്ച് ഒരുപാട് നീട്ടിടണ്ട. അത് പിന്നെ അവിടെ ഇവിടെ നിൽക്കുമ്പോൾ അതൊരു സങ്കടമായിരിക്കും. നിക്കാഹ് കഴിച്ചാൽ തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള സെറ്റപ്പ് പെട്ടെന്ന് കല്യാണം ഉണ്ടാക്കണം. ഉമ്മ, നിങ്ങൾ എന്തീ പറയുന്നത്? നിക്കാഹ് നിശ്ചയം എന്നൊക്കെ പറയുമ്പോൾ
അതിലൊക്കെ മോനെ നിശ്ചയം ഓക്കെ. നിക്കാഹിന് മഹർ നീ പറഞ്ഞല്ലോ ഞാനുണ്ടാക്കാം. ഉമ്മ, മഹർ മാത്രം പോരല്ലോ, അതിനുശേഷം എത്ര ചിലവുകളുണ്ട്. ഇനിയിപ്പോൾ ഒരു കാപ്പവൻ്റെ അല്ലെങ്കിൽ ഒരു അരപ്പവൻ്റെ ഒരു ബ്രേസ്ലെറ്റ് കൊടുക്കുകയാണെങ്കിലും അതിനിപ്പോൾ ഒരു സംഖ്യ ചിലവുണ്ട്. അതൊന്നും എനിക്ക് വിഷയമല്ല. അതൊക്കെ ഓക്കെ. ഞാൻ അവൾക്കുള്ള മഹർ മൂല്യമുള്ളത് എന്തും എന്നാണല്ലോ, അതൊന്നും വിഷയമില്ലമ്മ. പക്ഷേ അതല്ല, അതിനുശേഷം പിന്നീട് ഭക്ഷണം ആളുകളെ വിളിച്ച് കൊടുക്കണം. കല്യാണമാകുമ്പോൾ അങ്ങനെയാണല്ലോ, രഹസ്യമായി കഴിക്കുന്ന ഒന്നല്ലല്ലോ. മോനെ, ആ കാര്യത്തിൻ്റെ കുട്ടി വിഷമിക്കണ്ട. ഉമ്മ എന്ത് നിങ്ങളീ പറയുന്നത്? എൻ്റെ ഉമ്മ ഒരിടത്തും പോയി കൈ നീട്ടുന്നത് എനിക്കിഷ്ടമല്ല. ആര് പറഞ്ഞ്? നിൻ്റെ ഉമ്മ ഒരിടത്തും ഇതുവരെ പോയി കൈ നീട്ടിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള വിധി ഉണ്ടാക്കി കിട്ടൂല. പടച്ച റബ്ബ് എന്നെ എപ്പോഴും സഹായിച്ചിട്ടേ ഉള്ളൂ. ഉമ്മ, ക്യാഷ് അത് ഒരാളുടെ കടം വാങ്ങിയിട്ട് അത് വിവാഹം നടത്തുകയെന്ന് വെച്ചാൽ എനിക്കതിന് കഴിയില്ലുമ്മ. എൻ്റെ പൊന്നു മോനെ, നീ അതൊന്നും വിചാരിക്കണ്ട. അതിനെക്കുറിച്ചൊന്നും നീ വിചാരിക്കണ്ട. പിന്നെ എങ്ങനെ ഉമ്മ? മോന് മഹർ ഉണ്ടാക്കാനുള്ള ക്യാഷ് ഉണ്ടോ? അവൾക്ക് ഡ്രസ്സ് വാങ്ങാനും ഉള്ളത് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓക്കെ, ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ എൻ്റെ മോൻക്ക് എന്തെങ്കിലും ഇനി മഹറിലേക്ക് കൂട്ടാനുണ്ടെങ്കിലും ഓക്കെ, എന്നോട് പറഞ്ഞാൽ മതി. ഉമ്മ, നിങ്ങൾ എന്തേ പറയുന്നത്? നിങ്ങൾക്ക് എവിടെ നിന്നാണ് ക്യാഷ് കിട്ടുക? ഉമ്മ അങ്ങനെ പറയാന്നല്ല മോനെ. പടച്ച റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെയും കുഴക്കൂല, പരീക്ഷിക്കൂല എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങ് വിചാരിച്ചാൽ മതി. നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബ് നമുക്കത് തരും, ഏതെങ്കിലുമൊക്കെ മാർഗത്തിലൂടെ. ഉമ്മ, അങ്ങനെ വെച്ചാൽ ആരോടാ എങ്ങനെ ചോദിക്കുക? മോനെ, നീ വിഷമിക്കല്ലേ. എൻ്റെ കുട്ടി നിക്കാഹിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിക്കോ. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ഒരുപാട് വേദനയുണ്ടെങ്കിലും അത് ആ നിക്കാഹിന് വേണ്ടി അവൻ ഒരുങ്ങുകയാണ്. മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ, ചിന്തകൾ, വിഷമങ്ങൾ അങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റബ്ബേ, പലവട്ടം അവൻ ആ റൂമിൽ കയറി പൊട്ടിക്കരഞ്ഞു. എൻ്റെ ജസീന, നിനക്ക് വേണ്ടിയായിരുന്നു ഈ റൂം. നിന്നെയായിരുന്നു ഞാൻ ഇവിടെ ഇരുന്ന് സ്വപ്നം കണ്ടിരുന്നത്. ഈ റൂമിലേക്ക് മറ്റൊരു പെണ്ണും കടക്കരുത്, അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിൻ്റെയും നിഴൽ ഇവിടെ ഉണ്ടാവരുത് എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, കൊതിച്ചിരുന്നു. പക്ഷേ എൻ്റെ ഫർസാന, നീ അങ്ങനെ ഉപേക്ഷിച്ച് പോയില്ലേ. എന്നെ ഒരിക്കൽ പോലും നീ ആലോചിച്ചില്ല. എനിക്ക് നിന്നെ അത്ര ഇഷ്ടമായിരുന്നു, ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാനെന്താ പാവപ്പെട്ടൊരു ഉസ്താദായതുകൊണ്ടാണോ എന്നെ നിനക്ക് പറ്റാതിരുന്നത്? അതോ എനിക്ക് സമ്പത്തില്ല കേട്ടോ? എന്തിനായിരുന്നു ഫർസാന എന്നെ നീ ഉപേക്ഷിച്ച് പോയത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു നിന്നെ. പക്ഷേ ആ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. ഒരിക്കലും എൻ്റെ ജസീന, എൻ്റെ ഫർസാന അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചത് പോലുമില്ല. അതുവരേക്കും ഞാൻ കെട്ടിപ്പടുത്തുണ്ടാക്കിയ എൻ്റെ ആ കൊട്ടാരം ആകെ പൊളിഞ്ഞു വീഴുകയായിരുന്നു. അത് വെറുമൊരു സ്വപ്ന കൊട്ടാരമായിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് തിരിച്ചറിഞ്ഞത്. എന്നിട്ട് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പഠിച്ചോനെ അവൾ നീ ബുദ്ധിമുട്ടാക്കല്ലേ. അവൾ എന്നെ ഉപേക്ഷിച്ച് ആരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിലും അവൾക്ക് റഹ്മാനെ നീ കാവല് നൽക് റബ്ബേ, അവൾ നീ കാത്തു രക്ഷിക്ക്. പാവാണ്, ഒന്നും അറിയാത്ത പെൺകുട്ടിയാണ്. ഒരു നിമിഷം അവനവൻ്റെ ചിരി കാട്ടി ഒന്നവളെ പ്രോത്സാഹിപ്പിച്ചു. അവനാണ് ഈ ലോകത്ത് ഏറ്റവും നല്ലവനെന്ന് അവൾക്ക് തോന്നിപ്പോയ നിമിഷം എന്നെയെല്ലാം ഉപേക്ഷിച്ച് അവസാനമായി അവൾ എന്നോട് പറഞ്ഞ വാക്ക്, പ്ലീസ് ദയവായി നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ കാത്തു നിൽക്കുന്നത്? എനിക്കിഷ്ടമല്ല കേട്ടോ, ഞാൻ എൻ്റെ ഇഷ്ടമുള്ള ആൾ കൂടെ ജീവിക്കും. പിന്നെ നിങ്ങൾ ഞാൻ വരുന്ന വഴിയിലേക്ക് വരികയേ വേണ്ട, എനിക്ക് നിങ്ങളുടെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല. അവൾ അവസാനമായി അത് പറഞ്ഞിട്ടാണ് പോയത്. അന്നത്തോടു കൂടി എല്ലാം എടുത്തു. ആ ദിവസങ്ങളിൽ ഞാൻ പൊട്ടിക്കരയുകയായിരുന്നു, എനിക്ക് ഉറക്കില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു വാർത്തയും കേട്ടു. ഫർസാന, ഞാൻ നിന്നെ അത്രക്കും സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഓർക്കുന്നത്. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് ഈ റൂമിലേക്ക് നീയാണ് വരേണ്ടതെന്നാണ്. നിനക്കുള്ളതാണ് ഇവിടം. ചെറിയ വീടാണ്, കൊച്ചു കുടിലാണ്.
ഇടുങ്ങിയ റൂമാണ്. എങ്കിലും ഞാനും നീയും ഒന്നായി കഴിയാൻ കൂടുതലായിട്ട് സ്ഥലം വേണ്ടല്ലോ. എൻ്റെ പെണ്ണെ, എനിക്ക് അത്രക്കും ഇഷ്ടമായിരുന്നു നിന്നെ. ഉസ്താദ് കണ്ണീരോടെ അതെല്ലാം ഓർക്കുകയാണ്. ഒരു നിമിഷം അദ്ദേഹത്തിന് ബോധോദയമുണ്ടായി. ഹൈ, ഞാനെന്തിനാ റബ്ബെ അതൊക്കെ ഓർക്കുന്നത്? കഴിഞ്ഞു പോയത്. എനിക്കിതാ പുതിയൊരു ജീവിതം മുന്നിലേക്ക് വരുന്നു. പഴയ കാലങ്ങളിങ്ങനെ ഓർത്തിരുന്നിട്ട് എന്ത് കിട്ടാനാ? ഓ, എൻ്റെ ഒരു ബുദ്ധിമോശം. മോനെ, മോനെ, മോനെ ഷെഫി. ആ, ഉമ്മയാണ് വിളിക്കുന്നത്. ഉമ്മ ദാ വരുന്നു. പെട്ടെന്ന് അവൻ്റെ കണ്ണുനീര് തോർത്തി മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുത്തി. ആ മോനെ, തുറക്കട വാതിൽ. ഇതെന്താ കുറ്റിട്ടിക്കണേ? ഉമ്മ, എന്താ മോനെ വിളിച്ചിട്ട് വിളി കേൾക്കാത്തത്? അത് ഞാൻ മോനെ, എന്താ നിൻ്റെ കണ്ണു മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ. എന്തു പറ്റി? നിക്കാഹിന് ഒരുങ്ങേണ്ട ചെക്കനാണ്. ഇന്നതിപ്പോൾ ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കല്ലേ വേണ്ടത്? പിന്നെ എൻ്റെ പൊന്നുമോനെ, ഇവിടെ വന്നെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ കുട്ടിയെ ഒരിക്കലും കഷ്ടപ്പെടുത്താൻ പാടില്ല. പൊന്നു പോലെ നോക്കണം. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാകാതെ ഞാൻ ശ്രദ്ധിക്കും. സ്വന്തം മോളെപ്പോലെ എനിക്ക് അവളെ കരുതണം. അവൾ എൻ്റെ മോളാണ്. കയറി വരുന്ന പെണ്ണ്. ഒരിക്കലും മരുമകളായിട്ട് അവളെ ഞാൻ കാണില്ല. എങ്കിൽ മാത്രമേ ജീവിതം സ്വർഗമാവുകയുള്ളൂ. എൻ്റെ കുട്ടിൻ്റെ ഭാഗ്യം ശ്രദ്ധിക്കണം. ഞാൻ എൻ്റെ ശ്രദ്ധിക്കാം. നല്ല മോളെപ്പോലെ നമുക്ക് നമ്മുടെ മോളെപ്പോലെ നോക്കണം. അതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. എൻ്റെ കുട്ടീൻ്റെ പെൺകുട്ടിയല്ലേ, അത് എൻ്റെയും പെൺകുട്ടിയാണ്. ആ ഉമ്മ. അവൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു. പാവം എൻ്റെ ഉമ്മ. മോനെ, എൻ്റെ കുട്ടിയുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമം പ്രയാസം ഉണ്ടെങ്കിലേ അതൊക്കെ കണ്ട് കളയണം കേട്ടോ. പഴയ കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിലേ അത് വെച്ചുകൊണ്ട് നിൽക്കരുത്. അത് വെച്ചുകൊണ്ട് നിന്നാലേ നമ്മുടെ ഈ ജീവിതവും പഴയ ജീവിതവും കൂടി മിക്സായിട്ട് അതാകെ കണ്ട് കൊളാവും. പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. പഴയതൊന്നും ഓർക്കാൻ പാടില്ല. പുതിയ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാര്യയോട് കൂടി ആ ഒരു ഭർത്താവിനോട് കൂടി ഇടപഴകി സുഖങ്ങളും ദുഃഖങ്ങളും പങ്കുവെച്ച് ജീവിക്കണം. അല്ലാതെ പഴയ കാലത്തെക്കുറിച്ചോ പഴയ പ്രണയത്തെക്കുറിച്ചോ പഴയതൊന്നും ഓർക്കാനേ പാടില്ല. അത് ഓർത്തു കഴിഞ്ഞാൽ അവിടെ പരാജയമാണ് സംഭവിക്കുക. എൻ്റെ കുട്ടിൻ്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം. ഉമ്മ. അവൻ നിസ്സഹനായി വിളിച്ചു. മോനെ ഷെഫി. ഉമ്മമ്മാൻ്റെ കുട്ടിൻ്റെ ഭാവി ഓർത്തിട്ടാണ് പറയുന്നത്. ഉമ്മാൻ്റെ കുട്ടിനോട് സ്നേഹം ഉണ്ടായിട്ടാണ് പറയണത്. പഴയതെല്ലാം മറക്കണം. എനിക്കറിയാം നിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നൊക്കെ. സാരല്ല, അതൊക്കെ മറന്നേക്കോ. അതൊക്കെ കഴിഞ്ഞു പോയ വിഷയങ്ങൾ. പുതിയൊരു ജീവിതത്തിലേക്ക് എൻ്റെ കുട്ടി കടന്നു വരികയാണ്. മോനെ, നമുക്ക് നമ്മുടെ വീട് നമുക്കൊന്ന് വെള്ളമൊഴിക്കെങ്കിലും ഒന്ന് പൈൻ്റ് എങ്കിലും. ഉമ്മ, അതും കല്യാണ ചിലവും മഹറും. മോനെ, അത് സാരല്ല, ഒന്ന് വെള്ളമൊലിപ്പിക്കെങ്കിലും വേണം. നമ്മളെ വീട് കണ്ടില്ലേ, ശരിക്കും പെയിൻ്റൊക്കെ പോയി ആകെ. പിന്നെ ഓടല്ലേ, അത് ഇത്രയൊക്കെ തന്നെ. അടുക്കള ഭാഗം കുറച്ച് ഷീറ്റും. ആദ്യം ഓലയായിരുന്നു, ഇപ്പോൾ ഓടെങ്കിലും ഇട്ട് വലിയ ഭാഗ്യം. മോനെ, ഇപ്പം ആർക്കും ഓടുമ്പോഴൊക്കെ അല്ല, എല്ലാവരും പൊളിച്ചൊഴിവാക്കി വേറെ വീടെടുക്കണം. ഞമ്മക്കാണെങ്കിൽ ഉമ്മ അതൊന്നും ഇപ്പോൾ ആലോചിക്കണ്ട. അതൊക്കെ അവിടെ അങ്ങനെ നിന്നോട്ടെ. മോനെ വേണ്ട, എൻ്റെ കുട്ടി പണിക്കാരെണ്ണം കിട്ടുമെന്ന് നോക്ക്. ഒന്ന് കാണിച്ചു കൊടുക്കേനു. ഉമ്മ, നിങ്ങൾ എന്തേ പറയുന്നത്? അതൊന്നും വിഷയമല്ല, എൻ്റെ കുട്ടി കൊണ്ടുവര്. അങ്ങനെ ഉമ്മയുടെ നിർബന്ധപ്രകാരം വീട്ടിലേക്ക് പണിക്കാരെ കൊണ്ടുവന്ന് നോക്കിക്കുന്നു. ഇത് മൊത്തം അത്രയൊന്നുമില്ല, ഏകദേശം 10 രൂപ എൻ്റെ അടുത്തൊക്കെയാണ് വരിക. ഉള്ളും പുറക്കെ ഇവന് ചെറിയ വീടല്ലേ, ആകെ 2 റൂമും ഒരു സിറ്റ് ഔട്ടും ഒരു കിച്ചണ് ഒരു നടുവഴി അങ്ങനെയുള്ള റൂമല്ലേ. ഓക്കെ, ബാത്റൂമും പുറത്ത്. അപ്പോൾ ഈ ഒരു ഇതുള്ള അതിന് നല്ല രീതിയിൽ അടിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയും അത്രയൊന്നും ആവില്ല. കുറഞ്ഞ രീതിയിലാണ്, ഇതിനേക്കാളും കുറച്ച് നമ്മൾ പെയിൻറ്റിൻ്റെ ഇതിനൊക്കെ അനുസരിച്ചാണ് കൂടുക. കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഇഷ്ടം തീരുമാനിക്കുക. മോനെ, അത്ര മുന്തിയൊന്നുമില്ലെങ്കിലും ഒരു പെൺകുട്ടി കണ്ട് കയറി വരുമ്പോൾ ഒരു മോശമില്ലാത്ത രീതിയിലുള്ള. ഉമ്മ, ആയിക്കോട്ടെ മോനെ, നീ നോക്കണ്ട. അങ്ങനെ അതാ പണിക്കാരെത്തി. പെട്ടെന്ന് തന്നെ പണിയും തുടങ്ങുന്നു. ഉമ്മ അവർക്ക് വേണ്ടി ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു. ആ പണിക്കാർ വിചാരിക്കുന്നു, റബ്ബേ, അല്ലെങ്കിൽ ചെറിയ പാവപ്പെട്ട പൈസ ഇല്ലാത്ത വീട്ടുകാരാണ് നല്ലോണം ഭക്ഷണം തരിക. വലിയ വലിയ എത്രയോ ബംഗ്ലാവുകളും വലിയ വലിയ കൊട്ടാരങ്ങളും നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോയിക്കണേ. പക്ഷേ ഒരു പച്ചവെള്ളം പോലും തരാത്ത മനുഷ്യന്മാരുണ്ട്.
ഒരു കട്ടൻ ചായ പോലും ഓരോരുത്തുനിന്ന് കിട്ടൂല. ഇവർ കണ്ടില്ലേ പാവം, അത് രാവിലെ വന്നപ്പോൾ മുതൽ തന്നെ ഒരു ചായ, അതിനുശേഷം ഒരു 10 മണിയായപ്പോഴേക്ക് ചായയും കടിയും കറിയും, അത് ഉച്ചക്ക് ചോറ്, വൈകുന്നേരം വീണ്ടും ചായ, എന്തെങ്കിലും കടി. ഓഹ്, ഇങ്ങനെയൊക്കെ ആര് തരണം നമുക്ക് 3-4 നേരം ഭക്ഷണം? അങ്ങനെ താത്ത, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതൊന്നും വേണ്ടട്ടോ മക്കളെ. നമ്മൾ വീട്ടിൽ പണിയെടുക്കുമ്പോൾ നമ്മൾ സന്തോഷിപ്പിക്കണ്ടേ? വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാതെ എന്തിനാ? ഉമ്മയുടെ ആ സ്നേഹത്തോടെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും അവർക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ പെയിൻറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അവർ തിരിച്ചു പോകുമ്പോൾ പൈസ ഉമ്മ അത് കൊടുക്കുന്നു. എന്നാൽ അതിൽ നിന്ന് പകുതി പൈസ അവർ തിരിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. മക്കളെ, അത് വേണ്ട, നിങ്ങൾ പറഞ്ഞ കണക്ക് ഇതിലുണ്ട്. വേണ്ടത്താ, അതായത് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരുപാട് സന്തോഷിക്കണ്. എന്തെന്നറിയില്ല, ഇവിടെ എത്തിയപ്പോൾ നിങ്ങളുടെ വീടും കാര്യങ്ങളൊക്കെ ചെറുതൊക്കെ ആണെങ്കിലും നല്ലൊരു സന്തോഷം സമാധാനം ഈ ഒരു വീട്ടിൽ നിങ്ങൾക്ക് വന്നപ്പോഴുണ്ടായി. പിന്നെ 3-4 നേരം ഭക്ഷണം, അതിനൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ക്യാഷും കാര്യം. ഇല്ല മക്കളെ, അതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ. ചായയും കടി എന്തായാലും ഉണ്ടാക്കണം, ചോറും കറിയും വെക്കണം, വൈകുന്നേരത്തെ ചായയും കടിയും ഒക്കെ വേണ്ടി തന്നെയല്ലേ മോനെ. ഇത് പിടിക്ക്. അല്ല താത്ത, അത് ഞങ്ങളെ വകമായിട്ട് നിങ്ങൾ തന്നാന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെ അത് കുറഞ്ഞ ക്യാഷിന് അവർ അവിടെ പെയിൻ്റ് അടിച്ചു. ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ കണ്ണുകൾ നിറഞ്ഞു. പഠിച്ചോനെ, ആ കുട്ടികളെ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. പാവം, ആ പറഞ്ഞ പൈസ പോലും വാങ്ങാതെ എന്തവർക്ക് തോന്നിയതാവോ. അല്ലാ, മോൻ്റെ കല്യാണക്കാരൊന്നും പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ ഇനി മോനോട് പറയാം. അങ്ങനെ അതാ അവർ അവിടെ നിന്ന് പോയി. ആ കൊച്ചുകുടിൽ ഇപ്പോൾ മനോഹരമായ ഒരു പെയിൻ്റ് അടിച്ച് ഓടിട്ട വീടായി മാറിയിരിക്കുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. മാഷാ അല്ലാ. ഉമ്മ, എന്താ മോനെ? നമ്മുടെ ഈ കൊച്ചുകുടിലിൻ്റെ മുറ്റത്ത് നമുക്കൊരു പൂന്തോട്ടം ഉണ്ടാക്കണമല്ലോ അമ്മ. മോനെ, പിന്നെ നമ്മളെ മുറ്റത്തുള്ള ഈ മാവിൻ്റെ കൊമ്പത്ത് നമുക്കൊരു ഊഞ്ഞാലുമാക്കിയാലോ? അതെന്തിനാടാ? അല്ലേ, നമുക്ക് വെറുതെയൊക്കെ ഇൻഷാ അല്ലാ മക്കളും കുട്ടികളൊക്കെ ഉണ്ടാട്ടെ, അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യണം. അതിൻ്റെ ഒരു പൂതി. ഷെഫി ഉസ്താദും ഉമ്മയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ചെറിയൊരു ദുഃഖഭാരം ഇടയ്ക്കിടെ കടന്നു വരുന്നുണ്ട്. പക്ഷേ അത് ഉമ്മയോടവൻ പറഞ്ഞതേയില്ല. ഉമ്മയുടെ മുമ്പിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കുവാൻ വേണ്ടി ഷെഫി ഉസ്താദ് വിചാരിക്കുന്നു. നിക്കാഹിന് വെറും 2 ദിവസം മാത്രമാണ് ബാക്കി. മോനെ, നിക്കാഹിലെ ഡ്രസ്സ് ഉമ്മ, മഹർ അതെത്ര എടുക്കണം? മോനെ, ഇപ്പോഴത്തെ ഈ വിലയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്ക് എത്ര കഴിയണേ? ഉമ്മ, ഒരുപാട് മുമ്പേ ഞാൻ മഹറിന് വേണ്ടി ഒരു കുട്ടി വെച്ചതാണ്. ഒരിക്കലും സ്ത്രീധനം വാങ്ങിയിട്ട് അതുകൊണ്ട് മഹർ വാങ്ങില്ല എന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു അരപ്പവൻ വാങ്ങാനുള്ള ക്യാഷെങ്കിലും ഉണ്ടുമ്മ. മാഷാ അല്ലാ മോനെ, എൻ്റെ കുട്ടി നല്ല രീതിയിൽ വാങ്ങിപ്പോരിട്ടോ. പിന്നെ മണവാട്ടിക്കുള്ള ഡ്രസ്സ്, അത് അവൾക്ക് ഏത് ഡ്രസ്സ് ഇടാൻ പറ്റുകയെന്ന് ഒന്ന് ചോദിച്ചു നോക്കാം. കാരണം നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിന് ഒന്നും എടുക്കാൻ പറ്റൂല, ഇപ്പോഴത്തെ കാലല്ലേ. ഉമ്മ, ഞാനൊരു ഉസ്താദല്ലേ, ഞാൻ ദീനിച്ചിട്ട് നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഉമ്മ, അവൾക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം അവൾ ഹിജാബ് അണിഞ്ഞ് അവളെ മണവാട്ടിയായി കൊണ്ടുവരുന്നതാണ്. മോനെ, അതൊക്കെ ശരി തന്നെ ആയിരിക്കും, പക്ഷെ അവളുടെ ഇഷ്ടം പോലെ ഒന്ന് നോക്കണം. അല്ലാതെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന്, ഇപ്പോഴത്തെ പെൺകുട്ടികളാണേ ഉമ്മ, ഞാനല്ലേ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് നമ്മൾ ഡ്രസ്സൊക്കെ ധരിക്കണ്ടേ? അങ്ങനെയല്ലേ വേണ്ടത് എനിക്കനുസരിച്ച്. ആയിക്കോട്ടെ, എൻ്റെ മോൻക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ അതാ അവർ മഹറും ഡ്രസ്സും എടുക്കുവാൻ വേണ്ടി അതാ പോകുന്നു. ടെക്സ്റ്റൈൽസിൽ എത്തിയ പാടെ തന്നെ മണവാട്ടിക്കുള്ള ഡ്രസ്സെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞത്, അത് മണവാട്ടിക്കുള്ള ഹിജാബ് ഡ്രസ്സുണ്ടോ? ഉണ്ടല്ലോ, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കളേഴ്സിൽ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ. ലോങ് ആയിട്ട് വരുന്നുണ്ട്, അതുപോലെ ഷോർട്ട് വിത്ത് ലോങ്, അങ്ങനത്തെ രീതിയിലൊക്കെ ഉണ്ട്. എന്തായാലും അടിപൊളിയായിരിക്കും. മോനെ, ഈ കാര്യത്തിൽ റേറ്റും കാര്യമൊന്നും എല്ലാം നോക്കണ്ട കേട്ടോ, കുറച്ചൊക്കെ മൊഞ്ചായിക്കോട്ടെ. പിന്നെ ഹിജാബ് എൻ്റെ കൂടെ വിത്ത് ഹിജാബാണെങ്കിൽ പ്രശ്നമല്ല, പർദ്ദ തന്നെ വേണമെന്നില്ല, ഗൗണുണ്ട് ഇഷ്ടം പോലെ നല്ല മനോഹരമായ. ഉമ്മ, എപ്പോഴും സ്ത്രീകൾക്ക് ഭംഗി ബ്ലാക്ക് അല്ലേ, എനിക്ക് ബ്ലാക്ക് ഇടുന്നതാണ് ഇഷ്ടം. മോനെ, നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എന്താ ഉമ്മ, ആയിക്കോട്ടെ. ഇതെങ്ങനെയുണ്ട്?
അതിൽ മനോഹരമായ ഒരു ഗൗൺ എടുത്തിട്ട് ഉസ്താദ് കാണിച്ചു. മോനെ ഇത് അസ്തലായിട്ടുണ്ട്, ഇതിൻ്റെ കൂടെ ഹിജാബ് നമുക്ക് ചെയ്യാറുണ്ട് കേട്ടോ പതിവ്. ഓക്കെ, എന്നങ്ങൾ ഇങ്ങോട്ട് സെറ്റാക്കിക്കോളി. ഉസ്താദ് സന്തോഷത്തോടു കൂടി അത് പറയുന്നു. അപ്പോഴേക്കും ഉസ്താദിൻ്റെ മനസ്സിലേക്ക് ഫർസാന ഓടിയെത്തി. അതെ, അവൾക്കായിരുന്നു ഈ ഡ്രസ്സ് ഏറ്റവും ചേർച്ച. പെട്ടെന്നാണ് ഉസ്താദ് അതോർത്ത്, ഹേയ് പാടില്ല, എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് ആരെയും കുറിച്ച് വെറുതെ ഇങ്ങനെ ചിന്തിക്കരുതെന്ന്. ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. അങ്ങനെ അതാ അവർ മഹർ വാങ്ങുവാൻ വേണ്ടിയിട്ട് ജ്വല്ലറിയിലേക്ക് കടക്കുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് നമ്മുടെ സ്റ്റോറി. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ.